ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊരു വിശേഷമൊക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോ ഒരാഴ്ച മുന്നേ എടുത്ത് റെഡിയാക്കി വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ ഇന്നാണ് പറ്റിയത്. ഞങ്ങൾ ഒരു ഫാമിലിക്ക് ഡിന്നർ കൊടുത്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്ലോക്ക് മൊത്തത്തിൽ ആ ഫാമിലിക്ക് ഒരു പാർട്ടി കൊടുക്കുന്നുണ്ടെന്ന്. അപ്പം ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ ഈ ബ്ലോക്കിലെ 12 ഫാമിലീസ് കൂടി, ലൈക്ക് 11 ഫാമിലീസ് കൂടി, അവരടക്കം 12 കേട്ടോ, അവർക്ക് കൊടുത്തൊരു ഡിന്നർ നൈറ്റ് പാർട്ടിയാണ് കേട്ടോ ഇത്. അതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ പാർട്ടി ഒരു 9 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം സർ അനിൽ സർ ആൻഡ് ദീപ, അവർക്ക് വേണ്ടിയുള്ള പാർട്ടിയാണിത്, അവരുടെ 2 മക്കൾ. അപ്പം ഷിജോ ആണ് സംസാരിക്കുന്നത്. ഷിജോയോട് തൊട്ട് ചേർന്ന് ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുന്ന ആളാണ് കേട്ടോ അനിൽ സാറ്, ഇപ്പുറ സൈഡിൽ. യെസ്. അപ്പം ജസ്റ്റ് ഷിജോൻ്റെ അടുത്ത് അവരെക്കുറിച്ച് കുറച്ച് 2 വാക്ക് സംസാരിക്കാനായിട്ട് എല്ലാവരും കൂടെ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ഷിജോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണിത്. അതായത് ഞങ്ങളിവിടെ വന്നിട്ട് 8 വർഷമായി. ഈ 8 വർഷക്കാലം നമ്മൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു കേട്ടോ, ആ ഒരു ഫാമിലി ഞങ്ങളും തമ്മിൽ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഷിജോ അങ്ങനെ പറഞ്ഞു. പിന്നെ നല്ല നല്ല ഓർമ്മകൾ ഒരുപാട് ഷിജോ ആ സമയത്ത് പങ്കുവെച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ചാൻസ് കൊടുത്തു. എല്ലാവരും ഒന്നും പറഞ്ഞില്ല, പറയാൻ ആഗ്രഹമുള്ളവരുടെയൊക്കെ എടുത്ത് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഷിജോയും പിന്നെ വേറൊരു മേഡവും കൂടെ സംസാരിച്ചു. മേഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബ്ലോക്ക്, നമ്മൾ 2nd ഫ്ലോറിലാണ്, അവർ 1st ഫ്ലോറിലാണ്. അപ്പോൾ ഈ മേഡം എൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു മേഡവും പിന്നെ ഷിജോ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സംസാരിച്ചായിരുന്നു കേട്ടോ അവരെക്കുറിച്ച്. അതായത് ഇവർ സെയിം ബ്ലോക്കിലാണ്, കുറച്ചുകൂടി ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ദീപ. അപ്പം ഷിജോ സംസാരിച്ച് കഴിഞ്ഞിട്ട് മേഡം ഇങ്ങനെ ചോദിച്ചു, വേറെ ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടോ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും പറയുന്നില്ല. എന്നിട്ട് പിന്നെ മേഡം തന്നെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. മേഡത്തിൻ്റെ പേര് സാവിത്രി എന്നാണ് കേട്ടോ. മേഡം ഇതുപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയുക, ഇവർ സെയിം ഫ്ലോറിലാണ്, 1st ഫ്ലോറിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവർ ഒരുപാട് സമയം ഇങ്ങനെ ബാൽക്കണി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം നമ്മളിരിക്കുന്ന പോലെ തന്നെ ബാൽക്കണി തൊട്ട് താഴെയുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. അപ്പം ഈ അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ മേഡവും ദീപ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും, പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ബ്ലോക്കിൽ എന്താവശ്യം ഉണ്ടെങ്കിലും അനിൽ സാർ, അതായത് ദീപയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, സാർ എല്ലാം പരിഹരിച്ചു തരുന്ന ആ ഒരു മനോഭാവമാണ് കേട്ടോ. അതായത് സ്വന്തം ഫാമിലിയെ പോലെയാണ് നമ്മളെല്ലാവരെയും അവർ കണ്ടിരുന്നത്. അവരുടെ ആവശ്യം നിറവേറ്റുന്ന പോലെയാണ് ഞാൻ കേട്ടോ നമ്മുടെ എല്ലാ വീട്ടിലെ, ഇപ്പോൾ പെയിൻ്റ് അടി ആയിക്കോട്ടെ, പിന്നെ മറ്റെന്തെങ്കിലും പ്ലംബിംഗ് വർക്ക് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ സാർ അത് ഉടനടി അത് ചടപടയെന്ന് ചെയ്തു തരും കേട്ടോ. ചെയ്യിപ്പിക്കും. ലൈക്ക് അവരെ വിട്ട്, ജോലി ചെയ്യുന്നവരെ വിട്ട് അതെല്ലാം വേഗം വേഗം ചെയ്യിപ്പിക്കും. അപ്പം അടുത്ത് കഴിഞ്ഞ് വെച്ചിട്ട് മേഡം സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ അനിൽ സാറിന് ചാൻസ് കൊടുത്തു. സാറും ഇതുപോലെ തന്നെ കുറേ എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഇവരിവിടെ 10 വർഷം ആയി കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഫാക്ടറി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. സാറിപ്പോൾ പോയതും ബിർളയുടെ തന്നെ ഹിൻഡാൽക്കോ എന്നൊരു കമ്പനിയിലൂടെ, ഗുജറാത്തിലോട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇവിടുത്തെ കുറേ നല്ല നല്ല അനുഭവങ്ങൾ സാറിങ്ങനെ പങ്കുവെക്കുകയാണ് കേട്ടോ. പോകാൻ നേരത്ത് ഭയങ്കര മെച്ചമായിരുന്നു. സൺഡേ ആയിരുന്നു ഇവർ പോയത്. പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഒരു 8-8:30 9 മണിയാകത്തേക്ക് അവരിവിടുന്ന് പോയി കേട്ടോ. ഭയങ്കര കരഞ്ഞോണ്ടാണ്. ദീപനേക്കാളും സങ്കടം സാറിനായിരുന്നു കേട്ടോ. അത്രയ്ക്കൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഈ ഒരു ടൗൺഷിപ്പുമായിട്ട്. ഇവിടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും, പിന്നെ അവരുടെ ഫാമിലി ആണെങ്കിൽ ഇവിടെ അടുത്താണ്, ഒരു 1/2 മണിക്കൂർ ട്രാവൽ ചെയ്താൽ ദീപയുടെ വീട്ടിലെത്താം. പിന്നെ ഒരു ബീദർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സാറിൻ്റെ വീട്. ഇവിടുന്ന് ഒരു 3 മണിക്കൂർ അറ്റ്ലീസ്റ്റ് അത്രയും എടുക്കുകയുള്ളൂ മാക്സിമം. അവിടെ ആകുമ്പോൾ സാറിൻ്റെ വീട്ടിലെത്താം അത്രയും. പിന്നെ അവിടെ എന്നാ നേറ്റീവാണിത്, കർണാടകമാണ്. അപ്പം അതൊക്കെ വിട്ട് അവർ പോകുന്നതിൻ്റെ എല്ലാ വിഷമങ്ങളും സാറിൻ്റെ ആ ഒരു മുഖത്ത് സൺഡേയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഷിജോനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ടായിരുന്നു നമ്മുടെ അടുത്തൂടെ ബൈ എല്ലാം പറയാൻ വന്നപ്പം. അങ്ങനെ സാറ് അത് സംസാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഒരു ചടങ്ങാണ് കേട്ടോ. ഇങ്ങനെ എനിക്ക് അതായത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗിഫ്റ്റ് മേടിച്ചു. പിന്നെ അവരെന്തോ ഹൽദി കുങ്കും പോലെ ലൈക്ക് കുങ്കുമവും
ചന്ദനം എല്ലാം കൂടെ തൊട്ടിങ്ങനെ അവരെ ആശീർവദിക്കും കേട്ടോ. രണ്ടുപേരെ ഫാമിലി മൊത്തത്തിൽ ഇരുത്തി അങ്ങനെ ചെയ്യും. അപ്പം ആ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു ബ്ലോക്കിൽ ഏറ്റവും മുതിർന്നവരെന്ന നിലയ്ക്ക് ഈ മേഡവും ഹസ്ബൻഡും കൂടെയാണ് കേട്ടോ. പ്രായം, അതായത് ഒരു അപ്പൻ്റെ അമ്മയുടെ സ്ഥാനം ഉള്ള ഒരു വ്യക്തികളാണ് അത്. അന്ന് ഈ ഒരു ഹൽദി കുങ്കുമം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അവർക്ക് ചെയ്തത് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഇവരുടെ ഒരു ആചാരമാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചില ആചാരങ്ങളൊക്കെ. നമുക്കും ഇത് ഫസ്റ്റ് ഈ ഒരു സംഭവം ഞാൻ ആദ്യം കാണുകയാണ് കേട്ടോ. സാറിന് ഇങ്ങനെ എന്നാ പറയണ്ടേ, ഈ ഷോൾ അണിയിക്കുന്നതൊക്കെ, പക്ഷേ അതിന് മുന്നേ ആ തലയിൽ വെച്ചതും പിന്നെ കഴുത്തെ കൂടെ ഇട്ട ആ ഒരു സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത് ആദ്യം കാണുവാണ്. പിന്നെ ദീപയ്ക്കാണെങ്കിൽ സാരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്കിതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. അവരുടെ ഒരു പ്രസാദം എന്ന നിലയ്ക്ക് അരിയാന്ന് തോന്നുന്നു, അതെടുത്ത് ഇങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ ആശീർവദിക്കുന്ന രീതിയിൽ അങ്ങനെ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാവരുടെയും കാല് തൊട്ട് വണങ്ങുകയാണ്. സാറും ദീപയും എല്ലാവരും. പ്രായം ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. എൻ്റെ മാത്രം വിട്ടുപോയി കേട്ടോ. എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ട, അതൊന്നും അങ്ങനത്തെ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു അത്ര ഡീപ്പ് റിലേഷനാണ് കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദീപ, ഞാൻ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ഇതിലായിട്ടിങ്ങനെ റെഡി ആകുകയാണ് കേട്ടോ. എല്ലാം മൊത്തം ഇതിൽ ബാച്ചിലേഴ്സും ഉണ്ട് കേട്ടോ. ഒരു ഫാമിലി ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോയി, ഫോട്ടോ സെക്ഷനിൽ നിന്നില്ല. അപ്പം ബാക്കി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ മൊത്തം 12 ഫാമിലീസ്, നമ്മുടെ ഈ ബ്ലോക്കിലുള്ള 12 ഫാമിലീസ്, അവിടുത്തെ അംഗങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാത്തിനും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അത്രയ്ക്കൊരു യോജിപ്പാണ് എല്ലാവരും തമ്മിൽ. എല്ലാവരും ബിസിയാണ് ജോലി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ. എന്നാലും ഇങ്ങനെയൊക്കെ ഒത്തുകൂടുന്ന ആ ഒരു സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച്. പിന്നെ ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ സ്വന്തം ഇവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. പുറത്തുനിന്നൊന്നും വരുത്തിച്ചില്ല. ഞങ്ങൾ ഓരോ ഫാമിലീസും ഓരോരോ ഭക്ഷണം ഏറ്റെടുത്തു. അപ്പം ഞാനും വേറൊരു എൻ്റെ തൊട്ട് ഈ ഫ്ലോറിൽ തന്നെ താമസിക്കുന്ന വേറൊരു ആന്ധ്രക്കാരി ഒരു ഫാമിലി ഉണ്ട്, ആന്ധ്രക്കാർ. അപ്പോൾ അവരും ഞാനുമായിട്ട് റൈസും പിന്നെ പൊട്ടറ്റോ കറിയും കൂടെ റെഡിയാക്കി. ബാക്കിയുള്ളവരൊക്കെ പൂരി അങ്ങനെ പല രീതിയിലുള്ള ഭക്ഷണമൊക്കെ എല്ലാവരും കൂടെ റെഡിയാക്കി നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാകും. അതും ഒരു പുറത്തുനിന്ന് ഒരു പൈസ ചിലവ് പറ്റുന്നവർ എന്നാണ് അവരെ കൊണ്ടാവുന്നത് അതനുസരിച്ച് അവർ ഏറ്റെടുക്കും. അങ്ങനെ ഇതൊന്നും അതല്ല, ആന്ധ്രക്കാരുണ്ട്, കർണാടകക്കാരുണ്ട്, നോർത്ത് സൈഡിൽ നിന്നുള്ളവരുണ്ട്, നമ്മൾ കേരളത്തിലുള്ളവരുണ്ട്. എല്ലാവരും കൂടെ മിങ്കിളായിട്ടുള്ള ഒരു ബ്ലോക്കാണ് കേട്ടോ ഇത്. ഏകദേശം 11 മണിയൊക്കെ ആയി കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു ഇതേണ്ടേ. ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ നമ്മുടെ ആണുങ്ങളെല്ലാം കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇവർ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കും ആണുങ്ങൾക്ക് നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പയ്യെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ പാത്രങ്ങളും എടുത്ത് അടുക്കി വെച്ച ശേഷമാണ് കേട്ടോ, ഫ്ലോറ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയ ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പം ഭക്ഷണം ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഭക്ഷണങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്. പിന്നെ ഇവിടുത്തെ ഒരു ആചാരം, ഇവർ നിലത്തിരുന്ന് കഴിക്കുള്ളൂ കേട്ടോ. അതാണ് ഭക്ഷണത്തെ എത്രമാത്രം ബഹുമാനിച്ച് നിലത്തിരുന്ന് കഴിക്കുന്നൊരു പ്രകൃതമാണ് ഇവിടെ കന്നഡക്കാർക്ക്. അപ്പം അതുപോലെ തന്നെ നമ്മളും ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്തു. നല്ല രസമില്ല ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനായിട്ട്. ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. ഏതായാലും ബാൽക്കണി അത്രമാത്രം സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. ഒരു ഫംഗ്ഷനൊക്കെ നടത്താൻ മാത്രം വലിയ ബാൽക്കണിയാണ് നമുക്കുള്ളത്. അങ്ങനെ അടിപൊളിയായിട്ട് പിന്നെ ബാക്കി വന്ന ഭക്ഷണം ഞങ്ങൾ വീട്ടിലോട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഷിജോയും കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു, പുറത്തുനിന്നും അകത്തുനിന്നതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.